നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആൽവരോ ആർബിലോ റയലിൻ്റെ മുൻ താരമാണ്. ഇപ്പോൾ അദ്ദേഹത്തെ അവർ കോച്ചായി വെച്ചിരിക്കുന്നു. റയൽ മാഡ്രിഡ് എത്ര കാലത്തേക്കാണ് താരത്തെ എന്ന് പറയാൻ മുൻ താരം ഇപ്പോൾ കോച്ചിനെ അവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വിശദമാക്കുന്നില്ല, വ്യക്തമാക്കുന്നില്ല അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ. ഫബ്രിസിയോ റൊമാനോ പറയുന്നത് ജൂൺ മാസം വരെയാണ് അദ്ദേഹത്തിന് അവസരമുണ്ടാവുക എന്നാണ്. പിന്നെ പ്രകടനമൊക്കെ നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ കണ്ടിന്യൂ ചെയ്തേക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മികച്ച കോച്ചിനെ റയൽ മാഡ്രിഡ് കൊണ്ടുവന്നേക്കും. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ്ലി റയൽ മാഡ്രിഡിൻ്റെ ഡ്രസ്സിംഗ് റൂമുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്? ഇത് മാർക്ക തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആർബിലോ, എന്താണ് നിങ്ങൾക്ക് ഈ ഡ്രസ്സിംഗ് റൂമുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്? കാരണം സാബി അലോൺസോ പുറത്തു പോയി. സാബി അലോൺസോയുടെ ഡിസ്മിസൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പുറത്താക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊക്കെ മാറിയിരുന്നു. ഈ സൂപ്പർ കോപ്പ ഡി എസ്പാന മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് പുറത്താക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത്രയും ദഹിക്കാത്ത ഒന്നായിട്ടാണ് പലരും കണക്കാക്കുന്നത്. കാരണം ഇപ്പോൾ ലാലീഗിൽ 2ാം സ്ഥാനത്തുണ്ട്, സീസൺ പകുതിയായിട്ടുള്ളൂ, ഇനിയും കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കാം. ചാമ്പ്യൻസ് ലീഗിൽ 7ാം സ്ഥാനത്തുണ്ട്, ടോപ്പ് 8 ഉണ്ടെങ്കിൽ റൗണ്ട് ഓഫ് 16 നേരിട്ട് കടക്കാൻ പറ്റുമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് കോച്ചിനെ പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ അത്ര നല്ലതല്ലാത്ത കുറച്ച് റിസൾട്ടുകൾ ബെർണാബോയിലുണ്ടായി എന്നുകൂടി എടുത്ത് കാണിച്ചുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ഇങ്ങനെ ഒരു പുറത്താക്കലിലേക്കൊക്കെ പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാബി അലോൺസോയുടെ മുന്നിലേക്ക് റയൽ മാഡ്രിഡ് ഓഫർ വെക്കുമ്പോൾ, അഞ്ചലോട്ടി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത ഉടൻ ഓഫർ വെക്കുമ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിന് ടീമിനെ പരിശീലിപ്പിക്കണം, അല്ലെങ്കിൽ കോച്ചാവാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് സാബി ആഗ്രഹിച്ചത് പുതിയ സീസൺ അങ്ങ് ആരംഭിക്കാനായിരുന്നു. ക്ലബ്ബ് വേൾഡ് കപ്പിൽ ടീമിനെ പരിശീലിപ്പിക്കാൻ അല്ലെങ്കിൽ ടീമിൻ്റെ കോച്ചായിരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നിട്ടും പക്ഷേ റയൽ മാഡ്രിഡിലെ ഡ്രീം ജോബിന് വേണ്ടി അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു. ലിറ്ററലി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു പരിശീലനവും നടത്താതെ നേരെ പോയി ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ സെമി വരെ ടീം പോയി. അപ്പോൾ ആ ഒരു വ്യക്തത അവിടെ കൊടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി അവിടെയുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ക്രൂവൽറ്റി കൂടിയുണ്ട്. ഒരു പരിശീലനവും നടത്താതെ ടീമിനെ അങ്ങ് കളിക്കളത്തിലേക്ക് ഇറക്കേണ്ടി വരുമ്പോൾ ആ കോച്ചിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ. പിന്നെ കൂടാതെ റിലൻലെസ് ആയിട്ടുള്ള പ്രഷറാണ് അദ്ദേഹത്തിനെന്നല്ല, അത് ഏത് റയൽ മാഡ്രിഡ് കോച്ചിലും അങ്ങനെയാണ്. ഈ ഒരു പ്രഷർ അതാണ് അദ്ദേഹത്തെ 3 വർഷക്കാലത്തെ പ്രൊജക്റ്റ് വെറും 7 മാസം കൊണ്ട് അവസാനിപ്പിച്ച് പടിയിറങ്ങാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കോച്ച് എന്നുള്ളത് ആരുടെ മുന്നിലേക്ക് ഓഫർ വെച്ചാലും അവരത് ഏറ്റെടുക്കും. കാരണം എല്ലാവരുടെയും ഡ്രീമാണ്. പലർക്കും അറിയാം ഇത് വളരെ ഡിഫിക്കൽട്ടാണ് അവിടെ നിന്ന് പോകാൻ, എന്നാൽ പോലും അത് ഏറ്റെടുക്കും. എന്നിട്ട് അവിടെ നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. പലരും അതിൽ തട്ടി വീഴാറുണ്ട്. ഒരുപാട് കഥകൾ, നമുക്ക് ഒരുപാട് എക്സാമ്പിളുകൾ അതിൽ പറയാൻ പറ്റും. നമുക്ക് വേറൊരു വീഡിയോയിൽ അത് പറയാം. ഇപ്പോൾ എന്തായാലും ഇവിടെ ചോദ്യം ഇതാണ്, ആൽവരോ ആർബിലോയ അവരുടെ കോച്ചായിട്ട് വരുമ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ടേണാണ്. ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗാരത്ത് ബെയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. മുൻ റയൽ മാഡ്രിഡ് താരം, റയൽ മാഡ്രിഡിൽ കോച്ചിങ്, ടാക്റ്റിക്കൽ വർക്ക് എന്നതിനൊക്കെ അപ്പുറം മാൻ മാനേജ്മെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്ന്. അത് മനസ്സിൽ വെക്കുകയാണ് യഥാർത്ഥത്തിൽ ആർബിലോ ചെയ്യേണ്ടത്. അത് കളിക്കളത്തിൽ നടപ്പാക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ അപ്രോച്ചബിൾ ആയിരിക്കണം കോച്ച്. താരങ്ങൾക്ക് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യിക്കുന്ന രൂപത്തിലായിരിക്കണം. അതാണ് അദ്ദേഹം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ആഞ്ചലോട്ടിയുടെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു, ഫാദർലി അപ്രോച്ച്. താരങ്ങൾ അതിനോട് വല്ലാതെ ആഭിമുഖ്യം കാണിക്കുന്നവരാണ്. പക്ഷേ സാബിയുടെ ഒരു പരാജയം തുടക്കത്തിൽ തന്നെ ആ ഒരു കാര്യത്തിലാണ്. അപ്രോച്ചിൻ്റെ കാര്യത്തിൽ സൂപ്പർ താരങ്ങൾക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു. അത് പിന്നീട് അങ്ങ് വഷളായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്, ഒരു ആഞ്ചലോട്ടി അപ്രോച്ച്. ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആർബിലോ ആഞ്ചലോട്ടി സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അല്ലാതെ സാബിയുടെ രീതി ആയിരിക്കില്ല. ആഞ്ചലോട്ടി സ്റ്റൈലിനോടാണ് അദ്ദേഹത്തിന് കൂടുതൽ ആഭിമുഖ്യം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു എന്ന്.
പിന്നെ മറ്റൊന്ന് സ്റ്റാർസുമായിട്ടൊരു ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇത്തരം ക്ലബ്ബുകളുടെ ഒരു പ്രത്യേകത അതാണ്. റയലിനെ കുറിച്ച് ചില നിരീക്ഷകരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഇൻഡിവിജ്വൽ എബിലിറ്റി ഉള്ള കുറേ താരങ്ങൾ, ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ താരങ്ങൾ, അവരെ ക്ലബ്ബ് ചെയ്ത് കമ്പൈൻ ചെയ്തൊരു ടീം സ്പിരിറ്റിൽ മോഡേൺ ഫുട്ബോളിൻ്റെ രീതികൾക്കുള്ളിൽ ചട്ടക്കൂട്ടിൽ നിർത്തിക്കളിപ്പിക്കണം. അതിന് കഴിയണം. ആ സ്റ്റാർസിനെ വിശ്വാസത്തിലെടുത്ത് തൻ്റെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റണം. അതിന് സ്റ്റാർസുമായിട്ട് ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാണ് വേണ്ടത്. അല്ലാതെ ഏത് സ്റ്റാർ ആണെങ്കിലും ഞാൻ പറഞ്ഞെടുത്തിരിക്കും എന്ന തരത്തിലുള്ള അപ്രോച്ച് ആണെങ്കിൽ അവർ റെസിസ്റ്റ് ചെയ്യും. ഇപ്പോൾ വിനി ജൂനിയറൊക്കെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൽ ക്ലാസിക്കോയിൽ, ഇപ്പോൾ ഈ കളിയല്ല അതിന് മുമ്പത്തെ കളിയിൽ പിൻവലിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് വിനി പൊട്ടിത്തെറിച്ചതൊക്കെ. അന്ന് ബ്രസീലിന് ഇതിഹാസം റിവാൾഡോ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇത് പലപ്പോഴും ചില പുതിയ കോച്ചുമാർ ചെയ്യുന്നൊരു പണിയാണ്. ആ ടീമിൻ്റെ മേൽ തനിക്ക് ആധിപത്യമുണ്ട് എന്ന് ഉറപ്പിക്കാൻ. അതിന് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരത്തെ തന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അവൻ അങ്ങനെ ട്രീറ്റ് ചെയ്താൽ പിന്നെ എല്ലാവരെയും എനിക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ പലരും ഇതിലൂടെയൊക്കെ ശ്രമിക്കാറുണ്ട് എന്ന്. അപ്പോൾ അത് മാറ്റിയിട്ട് ഈ താരങ്ങളോട് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് സൂപ്പർ താരങ്ങളോട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടീം സ്പിരിറ്റ് അപ്പയൽഡ് ചെയ്യണം. പലപ്പോഴും മുന്നേറ്റ നിരയിലൊക്കെ റയൽ അത് ലാക്ക് ചെയ്യുന്നുവോ എന്നൊരു ചോദ്യം പലരും മുന്നോട്ട് വെക്കാറുണ്ട്. എംബാപ്പയുടെ വരവോടുകൂടിയാണ് അത് കൂടിയത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതും അദ്ദേഹത്തിന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഗാരത്ത് ബെയ്ൽ മുന്നേ പറഞ്ഞ മാൻ മാനേജ്മെൻറ്റ് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റണം. അതാണ് ആർബിലോക്ക് മുന്നിലുള്ള വെല്ലുവിളി. അതിന് അദ്ദേഹത്തിന് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.